സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വാക്ക ഗെയിമിങ്. അപ്പോൾ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന പരിപാടി ഒരു വെറൈറ്റി പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരള പബ്ജി തന്നെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ പരിപാടിയെ പറ്റി പറയാം. നമ്മുടെ ലീഗ് ഓഫ് ലിജൻസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ലീഗ് ഓഫ് ലിജൻസ്, വാട്ട് ഈസ് ലീഗ് ഓഫ് ലിജൻസ്? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പാണ് ഫസ്റ്റ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഇതാണ്. അപ്പോൾ നമ്മുടെ ലീഗ് ഓഫ് ലിജൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടീംസ് തമ്മിലുള്ള ഒരു മത്സരമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ടീംസ് തമ്മിലുള്ള മത്സരമല്ല, പകരം എല്ലാ ക്ലാൻസും കൂടെ ഒത്തുകൂടി ഒരുമിച്ചുള്ള ഒരു മത്സരമാണ്. ഹിയർ വി ക്യാൻ സി വി ആർ യുണൈറ്റഡ് ബൈ പബ്ജി. അപ്പോൾ നമ്മളിവിടെ ലീഗ് ഓഫ് ലിജൻസ് അവതരിപ്പിക്കുന്നത് ക്ലാൻസ് എല്ലാം ഒരുമിച്ച് നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീംസ്. അപ്പോൾ നമുക്ക് ടീംസിനൊക്കെ കണ്ടുപിടിക്കാം. നമ്മുടെ ടീംസിനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ടീംസ്. നമ്മുടെ കാവാലി ഇ സ്പോർട്സ്, നമ്മുടെ ബീസ്റ്റ് ടീം, നമ്മുടെ ടീം ഡിജാങ്കോ, ടീം നെക്സസ്, ടീം ബിഗ് ബാങ്, TRT, DNT, ലോസ് പെപ്പേഴ്സ് ആൻഡ് ആസിയ, KTR, TMC, അങ്ങനെ റോബോ, നമ്മുടെ KTR ടീം. ഇത്രയും ടീംസ് ചേർന്ന് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ലീഗ് ഓഫ് ലീജൻസ്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഒരു ടീം വേഴ്സസ് ക്ലാൻ അല്ല നമ്മുടെ മാച്ച്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ്, ഇവിടെ എല്ലാവരും ഒറ്റ കെട്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനെ നമുക്ക് നോക്കാം. ലീഗ് ഓഫ് ലീജൻസ് കളിക്കുന്ന ഒരു 16 പ്ലേയേഴ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ലീഗ് ഓഫ് ലീജൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എ 4 days ടൂർണമെൻറ്റ്. ലീഗ് ഓഫ് ലീജൻസ് 4 days ടൂർണമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഡേ TDM ആയിരിക്കും. TDMൽ നമ്മുടെ എല്ലാ ടീംസും ഒരു 6 മാച്ചസ് വെച്ച് കളിക്കണം. ഒരു ഗണ്ണായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ M4 വെച്ചാണെങ്കിൽ ഫസ്റ്റ് ഡേ എല്ലാ ടീമും M4 വെച്ചായിരിക്കും ആ മാച്ചസ്. അപ്പോൾ എല്ലാത്തിനും ഒരു പോയിന്റ്സ് ഉണ്ട്. 1 point വെച്ചാണ് പെർ മാച്ചിൽ ജയിക്കുവാണ് കിട്ടുന്നത്. സെക്കൻഡ് ഡേയിൽ നമ്മുടെ M24 ആയിരിക്കും. തേർഡ് ഡേയിൽ നമ്മുടെ S12K മാച്ച് ആയിരിക്കും. ഫോർത്ത് ഡേയിൽ വെറൈറ്റി മാച്ചസ് ആയിരിക്കും. ക്വിക്ക് മാച്ചസ്, പോച്ചിങ് ഗോളി, അങ്ങനെ വെറൈറ്റി സാധനങ്ങളായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് ലിസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്ലേയേഴ്സ് ലിസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ LP യോദ്ധാവ്, LP ക്ലാനിലെ LP യോദ്ധാവാണ് കളിക്കുന്നത്. LP ക്ലാനിൻ്റെ ഒരു ലീഡറാണ് അദ്ദേഹം. LP ടീമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അപ്പോൾ ക്ലോസ് റേഞ്ചൊക്കെ പക്കയായിട്ട് അടിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് നോക്കുകയാണ് നമ്മുടെ KTRൻ്റെ സൈക്കോ ആണ്. KTR സൈക്കോനെ പറ്റി പറയുകയാണ്, ശരിക്കും ഒരു സൈക്കോ തന്നെയാണ്. പുള്ളിയുടെ കളിയും അതേപോലെ ഗ്രനേഡിങ് ആണ് സൈക്കോൻ്റെ മെയിൻ. എന്തായാലും KTR സൈക്കോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഡിജാങ്കോ CR7, ഡിജാങ്കോൻ്റെ തന്നെ എല്ലാമായ ലീഡറും റൂബിൻ്റെ ഓണറും എല്ലാമാണ് നമ്മുടെ ഡിജാങ്കോ CR7 എന്തായാലും ഈ മാച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ CR7 നല്ലപോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. KPLലെ പ്ലെയറാണ് നമ്മുടെ ഡിജാങ്കോ CR7. KPL സെമിഫൈനൽസ് ടീമാണ്. അപ്പോൾ TMC ടീമിൻ്റെ എല്ലാമായ ലീഡർ ഉൾപ്പെടെയുള്ള ഫസ്റ്റ് ലൈനപ്പിൽ കളിക്കുന്ന നമ്മുടെ മെയിൻ പ്ലെയറാണ് ഹൾക്കിൻ്റെ ടാറ്റിക്സ് ഇസ് ഫാർ എക്സലൻസ്. എന്തായാലും ഹൾക്ക് കളിക്കുന്നുണ്ട്. ഹൾക്കിൻ്റെ ടാറ്റിക്സ് തോപ്പിക്കോ ഇല്ലോ നമുക്ക് കാണണം. എന്തായാലും നമ്മുടെ 5 കളിക്കുന്നത് നമ്മുടെ കാവാലം സെഫിനും ഒരു അപ്കമിങ് നല്ല പ്ലെയറാണ്. എന്തായാലും കാവാലം ടീമിൻ്റെ ലീഡറാണ് നമ്മുടെ കാവാലം സെഫിൻ. അപ്പോൾ കാവാലം സെഫിനും കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 6ാം തൂക്കമാണ് നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ്. പേരിലുള്ള പോലെ തന്നെ നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് തന്നെയാണ് നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ്. എന്തായാലും ബീസ്റ്റും കളിക്കുന്നുണ്ട്. ക്ലോസ് റേഞ്ച് എല്ലാവരും ഇതിനകത്തുള്ള ക്ലോസ് റേഞ്ച് പക്കട. പിന്നെ 7ാം കളിക്കുന്നത് നമ്മുടെ TRTയുടെ സ്വന്തം കമീക്കസ് ആണ് കളിക്കുന്നത്. TRTയുടെ കമീക്കസ് M4ൽ 4 കിട്ടിയാലും 2 കിട്ടിയാലും 6 കിട്ടിയാലും എന്തിൻ്റെങ്കിലും റീകോയിൽ ഇല്ലാണ്ട് സ്പ്രേ അടിക്കുന്ന ആളാണ് നമ്മുടെ TRT കമീക്കസ്. അതേപോലെ തന്നെ ക്ലച്ചുകൾക്ക് പേര് കേട്ടിട്ടുള്ളതാണ് നമ്മുടെ TRT കമീക്കസ്. 7ാമത് കളിക്കുന്നത് നമ്മുടെ 8ാമത് കളിക്കുന്നത് നമ്മുടെ RCRൻ്റെ ഫീനിക്സ് വെട്ടിയാണ്. ഫീനിക്സ് വെട്ടിനെ പറയുവാണ്. ഫീനിക്സ് വെട്ടി ഒരു നല്ല പ്ലെയറാണ്. എന്തായാലും ക്ലോസ് റേഞ്ചും സ്നൈപ്പിങ്ങും ഒക്കെ അത്യാവശ്യം. M24ലൊക്കെ ക്ലോസ് റേഞ്ച് ഓരോടെ തല പൊട്ടിച്ച് കൊടുത്തുള്ളൂ. അതാണ് നമ്മുടെ ഫീനിക്സ് വെട്ടി. എന്തായാലും RCR ടീമിൻ്റെ ലീഡറാണ് അദ്ദേഹം. 9ാമത് നോക്കുകയാണ് നമ്മുടെ TMC ഡ്രാഗ്സ് ആണ്. അപ്പോൾ TMC ഡ്രാഗ്സ് പിന്നെ നല്ല പ്ലെയറാണ്. ബീസ്റ്റ് SRN അതും നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ LP സ്റ്റാർക്ക്, നെക്സസ് ക്രോസ്, BB കാട്ടു, ഡിജാങ്കോ, ഡിയോൺ, റോബോ പുക്കാജ് ഇത്രയും പ്ലെയേഴ്സാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ്റെ റൂൾസ് നോക്കാം. അപ്പോൾ ഓപ്ഷൻ്റെ റൂൾസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈച്ച് 4 ക്യാപ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. 4 ക്യാപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ്, ഡിജാങ്കോ CR7, പിന്നെ നമ്മുടെ LP യോദ്ധാവ് ആൻഡ് TMC ഹൾക്ക്. 4 ക്യാപ്റ്റൻസ് ആണ്. 4 പേർക്ക് 4 പ്ലേയേഴ്സിനെ വെച്ച് ചൂസ് ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ 16 പേരാണ് മൊത്തം ഉള്ളത്. ഈ 16 പേരിൽ ഇപ്പോൾ 4 പേര് ഓൾറെഡി ക്യാപ്റ്റൻസ്. സോ ബാക്കി 12 പേരെ അവർക്ക് ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈച്ച് പ്ലെയറിന് 100 UC 10 UC വെച്ച് എങ്കിലും തുടക്കമുണ്ട്. 100 UC ആണ് ഒരു ക്യാപ്റ്റൻ്റെ ഉള്ളത്, 100 UC. അപ്പോൾ ആ 100 UCക്ക് ഇവർക്ക് വില പേശാം ഒരു പ്ലെയറിൻ്റെ. അപ്പോൾ ഏറ്റവും കൂടുതൽ UC കൊടുക്കുന്ന ആൾക്ക് ആ പ്ലെയർ സ്വന്തം. അപ്പോൾ ആരായിരിക്കും ആ പ്ലെയറിനെ എടുക്കുന്നതെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ UC ഇടുന്ന ആൾക്ക് 100 UC ഉള്ളൂ. അപ്പോൾ 100 UCന്ന്
ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ 100 യൂസ് ചെയ്യുന്ന ഇപ്പോൾ 40 യൂസ് ചെയ്തിട്ട് ഒരു പ്ലെയറെ സ്വന്തമാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഫസ്റ്റ് സ്വന്തമാക്കിയ ക്യാപ്റ്റൻ 40 യൂസ് നഷ്ടവും. അപ്പോൾ 60 യൂസ് ചെയ്യാണ്. ബാക്കിയുള്ളവർക്ക് സ്റ്റിൽ 100 യൂസ് തന്നെ ആയിരിക്കും, കാരണം അവരുടെ യൂസ് പോകുന്നില്ല. ആ 60 യൂസ് വെച്ചിട്ട് ലേലം വിളിക്കണം. അപ്പോൾ ട്രയൽ കോളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ എൽ പി യോധാമാണ് ട്രയൽ കോൾ നടത്തുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ ഓപ്ഷണർ എന്ന് പറയുന്നത് നമ്മുടെ LP സ്റ്റാർക്കാണ്. അപ്പോൾ ട്രയൽ കോൾ എന്ന് പറയുന്നത് അപ്പോൾ 10. അപ്പോൾ ട്രയൽ കോൾ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ലേലം വിളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ലേലം വിളിച്ച് ജസ്റ്റ് ട്രയലാണ്. ഇപ്പോൾ അതെ നമ്മുടെ ട്രയൽ കോൾ വിളിക്കുമ്പോൾ അത് ടാഗ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ ഓപ്ഷൻ ഇത് എന്താണ് പൈസ കൂട്ടിയതായിട്ട് കണക്കാക്കില്ല. അത് ടാഗ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് റൂളാണ്. എന്തായാലും ഇത് നമ്മുടെ ട്രയൽ കോളിൽ 10 വിളിച്ചത് നമ്മുടെ യോധാവാണ്. അപ്പോൾ TMCകൾക്ക് 15 വിളിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഡിജാങ്കോ ബീസ്റ്റ് 80 വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 80 വിളിച്ചുകൊണ്ട് ഡിജാങ്കോ ബീസ്റ്റിനെ വെട്ടിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഡിജാങ്കോ ബീസ്റ്റിന് ആ പ്ലെയറുടെ സ്വന്തവും. ഇതാണ് നമ്മുടെ റൂൾസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സോൾ ടു ഡിജാങ്കോ ബീസ്റ്റ് കണ്ടല്ലോ, 80 വിളിച്ചത് നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റാണ്. അപ്പോൾ ഡിജാങ്കോ ബീസ്റ്റിനാണ് ആ പ്ലെയറിനെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്ലേയേഴ്സിനെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണ് ഗൈസ്, നിങ്ങളും റെഡിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം നമ്മുടെ ലൈവ്. എന്തായാലും ഇവിടെ നോക്കാം നമ്മുടെ ഫസ്റ്റ് പ്ലെയർ ആരായിരിക്കും നമുക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലെയർ ആരാണെന്ന് കണ്ടിട്ട് വേണം നമുക്കിനി ബാക്കി നോക്കാൻ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ കോൾസ് വരുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ഫസ്റ്റ് പ്ലെയർ. TRT കമീക്സ് ആണ് ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നത്. അപ്പോൾ TRT കമീക്സിനെ ആര് സ്വന്തമാക്കും നോക്കാം. ഡിജാങ്കോ ബീസ്റ്റ് 10 യൂസ് വെച്ചിട്ടുണ്ട്. കമീക്സിന്റെ മുകളിൽ 10 യൂസ് വെച്ചിരിക്കുന്നു നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ്. വേറെ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ കമീക്സിന്. എൻ്റെ വരെ പാരിച്ച് കൊടുത്ത ഡിജാങ്കോ വിളിച്ചിരിക്കുന്നു. എന്തായാലും TMC ഹൾക്ക് വിളിച്ചിട്ടുണ്ട്. TMC ഹൾക്ക് 20 ഇട്ടിട്ടുണ്ട്. എന്തായാലും 25 വിളിക്കുന്നു LP യോധാവ്. എൻ്റെ പോലെ 21 വിളിച്ചിരിക്കുന്നു ബീസ്റ്റ്. പക്ഷേ LP യോധാവ് 25 വിളിച്ചിട്ടുണ്ട്. യോധാവ് കമീക്സിന് സ്വന്തമാക്കും ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. എന്തായാലും 26 വിളിക്കുന്നു നമ്മുടെ TMC ഹൾക്ക്. എൻ്റെ മോനെ ഹൾക്ക് വിളിക്കുന്നു. ഹൾക്ക് കമീക്സ് സ്വന്തമാക്കാൻ ഇവിടെ എല്ലാം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഡിജാങ്കോ CR7 അവിടെ 30 യൂസ് ഇട്ടിട്ടുണ്ട് കമീക്കസിന്റെ പേരിൽ. എന്തായാലും കമീക്കസിനെ ആര് കൊണ്ടുപോകും. LP യോധാവ് 32 ഇരിക്കുന്നു, 31 ഇട്ടു. പക്ഷേ യോധാവ് വിട്ടിച്ചിരിക്കുന്നു. ആ യോധാവ് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് TRT കമീക്കസിനെ പിടിക്കാൻ നോക്കുന്നത്. ഹൾക്ക് വീണ്ടും 35 ഇട്ടിരിക്കുന്നു. എൻ്റെ പോലെ ഹൾക്ക് പൊളി. ഹൾക്ക് അവിടെ കമീക്കസിനെ പൊക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്. കമീക്കസിനെ ഇട്ടിട്ട് വേണ്ടി ഹൾക്ക് 35 യൂസ് ഇട്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. 36 ഇട്ടിരിക്കുന്നു നമ്മുടെ CR7 ഡിജാങ്കോ. ഏതായാലും 39 ഇട്ടിരിക്കുന്നു നമ്മുടെ യോധാവ്. എൻ്റെ പോലെ എല്ലാവരും നല്ലോണം വില വിശന്നിട്ട്. എന്തായാലും ഇവിടെ നോക്കാം നമ്മുടെ 39 യൂസ് ചെയ്തിട്ട് നമ്മുടെ യോധാവ് TRT കമീക്കസിന് സ്വന്തമാക്കും ഇല്ലയോ നോക്കുക. എന്തായാലും 40 ഇട്ടിരിക്കുന്നു നമ്മുടെ CR7 കമീക്കസിനെ മേടിക്കാൻ ഇവിടെ വളരെ വിലയാണ് കാണുന്നത്. എന്തായാലും നമ്മുടെ മോസ്റ്റ് റേറ്റ് പ്ലെയർ ആവുമോ നോക്കണം നമുക്ക്. എന്തായാലും 40 യൂസ് ഇട്ടിരിക്കുന്നു. അതിൽ കമീക്കസിന്റെ ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു. നമ്മുടെ CR സ്വന്തമാക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ആരും തിരിച്ച് ആരും വിളിക്കുന്നില്ല. ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ട്. 3 ഗോളിലൊക്കെ ആരും വിളിച്ചില്ല നമ്മുടെ കമീക്കസ് ഡിജാങ്കോ CR7 സ്വന്തം. എന്തായാലും നോക്കാം. ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു ഗൈസ്, ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു. എന്തായാലും അവിടെ നോക്കാം. നമ്മുടെ കമീക്കസിന് ഫസ്റ്റ് ഗോളാണ് വന്നിരിക്കുന്നത്. ആരും വിളിക്കുന്നില്ല. നമ്മുടെ CR സ്വന്തമാക്കുന്നു. സെക്കൻഡ് ഗോൾ 40 യൂസി കമീക്കസ്. 40 യൂസി കമീക്കസിന് കൊടുത്തുകൊണ്ട് നമ്മുടെ CR7 അവിടെ കമീക്കസിനെ വിളിക്കുമോ ഇല്ല ഇതുവരെ ആരും വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ CR7 തന്നെ സ്വന്തമാക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഹൾക്കും യോധാവും ഇത് പിന്മാറിയത് തോന്നുന്നു. എന്തായാലും കമീക്കസിന്റെ മിക്കവാറും CR സ്വന്തമാക്കും. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ കമീക്കസിന് ആ CR കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ തേർഡ് കോളും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ TRT കമീക്കസ് ഗോസ് ടു ഡിജാങ്കോ CR7. അപ്പോൾ കമീക്കസിനെ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഡിജാങ്കോ CR7 ആണ്. എന്തായാലും അപ്പോൾ CR7 ഒപ്പം കളിക്കാൻ നമ്മുടെ TRT കമീക്കസ് ഉണ്ട്. എന്തായാലും ഒരു ഡെഡ്ലി ഡ്യുവോ ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൾ നമ്മുടെ കമീക്കസിനെയാണ് നമ്മുടെ CR പിടിച്ചിരിക്കുന്നത്. അപ്പോൾ CR 100 യൂസ് ചെയ്യില്ല. CR 60 യൂസ് വെച്ചാണ് ഇനി 2 പ്ലേയേഴ്സിനെ മേടിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് സ്റ്റിൽ 100 യൂസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്ലെയർ ആരാണെന്ന് നോക്കാം. എന്തായാലും കമീക്കസിനെ നമ്മുടെ CR ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലെയർ ആരായിരിക്കും. ലെറ്റ്സ് സീ. എന്തായാലും നോക്കാം. നമ്മുടെ CR എന്തായാലും അവിടെ ഒരു ടാക്ടിക്കൽ മൂവ് നടത്തി. ഫസ്റ്റ് കമീക്കസിനെ നെക്സസ് ക്രോസ് ആണ് പോലെ. സെക്കൻഡ് വന്നിരിക്കുന്നത് നെക്സസ് ക്ലോസ് റേഞ്ചുകൾക്ക് പേര് കേട്ട നമ്മുടെ നെക്സസ് ക്രോസ് 10 യൂസ് പറയുന്നത്. 15 യൂസ് ബീസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും 15 യൂസ് ബീസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ നമുക്ക് നോക്കാം. നമ്മുടെ 20 യൂസ് ഇട്ടിരിക്കുന്നത് TMC ഹൾക്ക് 20 യൂസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നെക്സസ് ക്രോസിനെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത്. എന്തായാലും യോധാവ് 25 എടുത്തു. നമ്മുടെ ബീസ്റ്റ് 21 ഇട്ടിട്ടുണ്ട്. എന്തായാലും
എന്നപോലെ നമ്മുടെ 28 ഇരിക്കുന്നു ബീസ്റ്റ്. അവിടെ 28 ഇരിക്കുന്നു. നമ്മുടെ ക്രോസിനെ സ്വന്തമാക്കാൻ വേണ്ടി ബീസ്റ്റ് ശ്രമിക്കുന്നു. എന്തായാലും TMC ഹൾക്ക് വിട്ടുകൊടുക്കത്തില്ലെന്ന് അതുപോലെ ക്രോസിനെ വിട്ടുതരുന്ന പരിപാടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് 30 യൂസ് ഹൾക്ക് അങ്ങ് വീശിയിരിക്കുന്നു. എന്തായാലും അത് വിട്ടിക്കാൻ നമ്മുടെ യോധാവുണ്ടോ? യോധാവ് 35 വീശിയിരിക്കുന്നു. യോധാവ് എന്ത് വന്നാലും നമ്മുടെ ക്രോസിനെ മേടിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. എന്തായാലും അതിന് മുകളിൽ ആരും വില വീശുന്നില്ല. അപ്പോൾ ക്രോസ് മിക്കവാറും യോധാവിന് ഇല്ലയോ നമുക്ക് കാണാം. എന്തായാലും ഡിജാങ്കോ അവിടെ ഇടുന്നുണ്ട്. 36 ഇട്ടിരിക്കുന്നു. CR ലാസ്റ്റ് വിന്നി കൊണ്ട് 36 ഇരിക്കുന്നു. ഫസ്റ്റ് ഗോളിൽ CR കൊടുത്തിരിക്കുന്നു 36. അതിന് 37 ഇട്ടിരിക്കുന്നു നമ്മുടെ യോധാവ്. എന്തായാലും CR 60 യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് CR അധികം ഇട്ട് കളിക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ LP യോധാവിന് 37 യൂസ് പറഞ്ഞിരിക്കും. 38 പറഞ്ഞിരിക്കും CR ടാക്ടിക്കൽ മൂവാണ്. നമ്മുടെ അടുത്ത കമീകസിനെ സ്വന്തമാക്കിയതിന് ശേഷം അടുത്തൊരു ക്ലോസ് റേഞ്ച് പ്ലെയറെ സ്വന്തമാക്കി CR മൂവ് ചെയ്യുന്നു. എന്തായാലും ഇവിടെ 38 പറഞ്ഞിരിക്കും. CRന്റെ മിക്കവാറും ക്രോസിനെ എടുക്കുമോ? ക്രോസ് CR ആകുമോ? എന്റെ പോലെ 39 ഇരിക്കുന്നു LP യോധാവിന് അറിയാം CRന്റെ 60 യൂസ് ചെയ്യുള്ളൂ. അപ്പൊ 60 യൂസിക്ക് CRനെ സ്വന്തമാക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓപ്ഷൻ ഓഫ് നെക്സസ് ക്രോസ് 40 ഇട്ടിരിക്കുന്നു. CR 40 ഇട്ടിരിക്കുന്നു. ഒരു പക്ഷെ നമ്മുടെ യോധാവ് ഹൾക്ക് മിക്കവാറും 40 എബവ് എടുക്കാറ്. അവർക്കറിയാം CRന്റെ മണി കുറവാണ്. CRനെ നൈസായിട്ട് CRന്റെ 50 ആക്കുവാണെങ്കിൽ CR അതിന് മുകളിൽ വിളിക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും യോധാവ് 41 ഇട്ടിരിക്കുന്നു. അപ്പോൾ CR മിക്കവാറും നെക്സസ് ക്രോസിന് മോഹം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ നെക്സസ് ക്രോസിന് ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നത് നമ്മുടെ LP യോധാവിനെ ഫസ്റ്റ് ഗോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ LP യോധാവ് സ്വന്തമാക്കുമോ ഇല്ലയോ നമുക്ക് കാണാൻ. എന്തായാലും ഇതുവരെ ആരും റിജക്ട് ചെയ്തിട്ടില്ല. ആരും 41 മുകളിൽ ഇട്ടിട്ടില്ല. നമ്മുടെ TMC ഹൾക്കും ബീസ്റ്റ് ഇടുന്നില്ല. സെക്കൻഡ് ഗോൾ വന്നിരിക്കുന്നു. നമ്മുടെ നെക്സസ് ക്രോസ് വിൽ ഹി ഗെറ്റ് നമ്മുടെ LP യോധാവിന് കിട്ടുമോ ഇല്ലയോ നമുക്ക് കാണാം. എന്തായാലും 42 ഇട്ടിരിക്കുന്നു. എൻ്റെ മോന് അങ്ങനെ നീ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നെക്സസ് ക്രോസിന് വേണ്ടി വില ചോദിച്ചു 42. അപ്പോൾ ഓപ്ഷണർ ഇവിടെ തീയിട്ടിട്ടുണ്ട്. ഇതിലൂടെ നോക്കുക. ഡിജാങ്കോ ബീസ്റ്റ് 42 ഇട്ടിരിക്കുന്നു. അങ്ങനെ ഈ നെക്സസ് ക്രോസിനെ കൊണ്ടുപോകണം. 45 വീശിരിക്കുന്നു യോധാവ്. എന്തായാലും നെക്സസ് ക്രോസിന് വേണ്ടി വൻ വിലവേശമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 45 ഇട്ടിരിക്കുന്നു. അപ്പോൾ 45ക്കാണ് LP യോധാവിനെ. എനിക്ക് തോന്നുന്നു ഇനി ആരും റിജക്ട് ചെയ്യാൻ കാണൂലെന്നാണ് തോന്നുന്നത്. 45 ഇട്ട് നമ്മുടെ നെക്സസ് ക്രോസിനെ എങ്ങനെയും സ്വന്തമാക്കാനാണോ തോന്നുന്നത്. കാരണം അതൊരു പ്ലെയറാണ് നമ്മുടെ നെക്സസ് ക്ലോസ് റേഞ്ചിൽ M24 ആണെങ്കിലും M4 ആണെങ്കിലും അടിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുന്ന പാർട്ടിയാണ്. എന്തായാലും 45 നെക്സസ് ക്രോസ് 45 ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗോൾ തേർഡ് ഗോളും കൂടെ വന്ന നമ്മുടെ LP യോധാവിന് സ്വന്തമാണ്. LP യോധാവിന്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ നെക്സസ് ക്രോസിന് കൂടെ ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ട്. സ്വന്തമാക്കുമോ ഇല്ലയോ? ലെറ്റ്സ് സീ. Will they reject? ഓക്കെ. അപ്പൊ നെക്സസ് ക്രോസിനെ LP യോധാവ് അങ്ങ് മേടിച്ചിരിക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞേക്കാം. എന്തായാലും നമ്മുടെ യോധാവിന് ഇനി വെറും 55 യൂസ് ചെയ്യുള്ളൂ. എന്തായാലും യോധാവും നെക്സസ് ക്രോസും ഒരുമിച്ച് വന്നിരിക്കുന്നു. അതേപോലെ നമ്മുടെ കമീകസും CR7 വന്നിരിക്കുന്നു. എന്തായാലും അവിടെ സ്റ്റിൽ നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് നിയന്ത്രിക്കുന്ന സ്ക്വാഡാണ് വാവാർമി. ഇമ്മോർട്ടൽസ് നമ്മുടെ TMC ഹൾക്കിൻ്റെ ടീമാണ്. അവർക്ക് രണ്ടുപേർക്കും 100 യൂസേജ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ CRന് 60 യൂസ് ചെയ്യുന്നു. നമ്മുടെ എക്സ്പെൻഡബിൾസിന് 55 യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നെക്സസ് ക്രോസ് നമ്മുടെ എക്സ്പെൻഡബിൾസ് ചേർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൽ നമ്മുടെ കമീകസിനെയും മേടിച്ചിരിക്കുന്നു. എന്തായാലും കമീകസ് ചേർത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് ആരാണെന്ന് നോക്കാം. നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ആരായിരിക്കും പല വിഷയം നോക്കാം. എന്തായാലും BB കാർട്ടൂനെയാണ് മോനെ. ഒരു പ്യൂർ IGL-ആണ് നമ്മുടെ കാർട്ടൂൺ. എന്തായാലും കാർട്ടൂൺ ആര് മേടിക്കുന്നു നോക്കാം. എന്തായാലും 10 ഇട്ടിരിക്കും 30 ഇട്ടിരിക്കുന്നു. നമ്മുടെ ഹൾക്ക് കാർട്ടൂൺ മേടിക്കാൻ തന്നെയുള്ള പ്ലാനിലാണ്. എന്തായാലും ഹൾക്ക് ഫുൾ എത്ര യൂസ് പറിക്കുമെന്ന് നോക്കാം. എന്തായാലും 30 ഇട്ടിരിക്കുന്നു ഹൾക്ക് തുടക്കം തന്നെ. എന്തായാലും CR ഇട്ടിരിക്കുന്നു. ബീസ്റ്റ് ഇട്ടിരിക്കുന്നു. നമ്മൾ 35 യൂസ് ഇട്ടിരിക്കുന്നു. 36 ഇട്ടിരിക്കുന്നു നമ്മുടെ ഹൾക്ക്. എന്തായാലും കാർട്ടൂന് വേണ്ടി വൻ വിലവിശലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 40 ഇട്ടിരിക്കുന്നു നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ്. എന്തായാലും കാർട്ടൂന് വേണ്ടി വൻ വിലവിശൽ. എന്തായാലും 41 ഇട്ടിരിക്കുന്നു. CR ടാക്ടിക്കൽ മൂവ് നടത്തുന്നു. ഒരു IGL-നെ കൊണ്ടുവരുവാണ്. ഒരു ക്ലോസ് റേഞ്ച് ആണ് നമ്മുടെ കാർട്ടൂൺ. നല്ലൊരു ക്ലോസ് റേഞ്ച് പ്ലെയറാണ്. നമ്മൾ KPL കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. എന്തായാലും ആൾക്ക് അവിടെ 42 വീശിയിട്ടുണ്ട്. നമ്മുടെ CR ഫൈനൽ ഗോൾ ഫസ്റ്റ് ഗോൾ 45 വന്നിരിക്കുന്നു. നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റിനാണ് 45 വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഗോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 46 ആൾക്ക് 46 വീശിക്കുന്നു. ഡിജാങ്കോ ബീസ്റ്റിന് 40 തള്ളിയിട്ടുകൊണ്ടാണ് നമ്മുടെ ആൾക്ക് 46 വീഴിക്കുന്നത്. നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് 47 വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാവ ആർമിക്ക് സ്വന്തമാക്കാനാണ് നമ്മുടെ BB കാർട്ടൂൺസ് വാവ ആർമിക്ക് സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഇവിടെ
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോൾ വരുന്നുണ്ട്. എന്തായാലും 47 നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് നമ്മുടെ BB കാർട്ടൂനെ വാവാർബിലോട്ടേക്ക് എടുക്കുമോ അതോ മറ്റുള്ളവർ കയറി വിളിക്കുമോ എന്നൊക്കെ എന്തായാലും ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്. BB കാർട്ടൂന് ഫസ്റ്റ് കോൾ വന്നിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് കോൾ, തേർഡ് കോൾ, അതിനിടയ്ക്ക് നമ്മുടെ ഹൾക്ക് കയറി കളിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഹൾക്ക് ഇടുന്നില്ല, ആരും ഇടുന്നില്ല. മിക്കവാറും നമ്മുടെ BB കാർട്ടൂൺ നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് എന്ന അതായത് വാവാർബിക്ക് സ്വന്തമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ. അപ്പോൾ നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റിന് അങ്ങനെ കിട്ടിയിരിക്കുന്നു നമ്മുടെ BB കാർട്ടൂൺ ഒരു പ്യുവർ IGL പ്ലസ് ഒരു ക്ലോസ് റേഞ്ച് പ്ലെയർ ആണ്. അപ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് 4 യൂസ് ചെയ്യും. ഡിജാങ്കോ CR7 കമിക്കസും സ്റ്റിൽ ടീം ഇമ്മോർട്ടൽസിന് ഇപ്പോഴും 100 യൂസ് ചെയ്യുന്നുണ്ട്. ഹൾക്ക് ഒറ്റയ്ക്കാണ്. എന്തായാലും വാവാർബിക്ക് നമ്മുടെ BB കാർട്ടൂനെ അങ്ങ് സൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും എക്സ്പെൻഡബിൾസിന് 55 യൂസ് ചെയ്യും. എന്തായാലും നമ്മുടെ അടുത്ത ഡിജാങ്കോ ഡിയോൺ ആണ്. അതായത് നമ്മുടെ ക്ലോസ് റേഞ്ചിൽ AW വെച്ച് പൊളിക്കുന്ന ആളാണ് നമ്മുടെ സാനോക്കിൽ. എന്തായാലും നമുക്ക് ഡിജാങ്കോ ഡിയോണിന്റെ ഇവിടെ വില 10 ഇട്ടിരിക്കുന്നു. നമ്മുടെ ബീസ് 30 ഇട്ടിരിക്കുന്നു. നമ്മുടെ ഹൾക്ക് എന്തായാലും 30 യൂസ് വില വെച്ചിരിക്കുന്നു. എന്തായാലും 36 ഇട്ടിരിക്കുന്നു നമ്മുടെ യോദ്ധാവ്. എന്തായാലും ക്ലോസ് റേഞ്ച് പ്ലെയർ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ഇത് വരും. എന്തായാലും ടീം സി ഹൾക്ക് 40 ഇട്ടിരിക്കുന്നു. നമ്മുടെ ഹൾക്ക് 40 ഇട്ടിരിക്കുന്നു. എന്തായാലും 41 ഇട്ടിരിക്കുന്നു നമ്മുടെ ബീസ്റ്റ്. എന്തായാലും CR അവിടെ അധികം 40 മുകളിൽ പോയ CR ഐ തിങ്ക് വില്ലോട്ട് ആ ഒരു ഇതിൽ ശ്രമിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് യൂസ് കുറവാണ്. എന്തായാലും 45 യൂസ് ഇട്ടിരിക്കുന്നു നമ്മുടെ ഹൾക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഡിലീറ്റഡ് മെസ്സേജസ് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. എന്തായാലും 45 യൂസ് ഇട്ടിരിക്കുന്നു. ഫസ്റ്റ് കോൾ 45. ഹൾക്കിന് പോവുമോ നമ്മുടെ ഹൾക്കിൻ്റെ ടീം എടുക്കുമോ, ഇമ്മോർട്ടൽസിൽ സൈൻ ചെയ്യുമോ നമ്മുടെ ഡിജാങ്കോ ഡിയോണിൻ്റെ എൻ്റെ മോനെ 36 ഇട്ടിരിക്കുന്നു. നമ്മുടെ LP യോദ്ധാവ് വിട്ടുകൊടുക്കുന്നില്ല. ഹൾക്കിന് ടാക്ടിക്കൽ മൂവ് 49 വീശിയിരിക്കുന്നു. എൻ്റെ മോനെ യോദ്ധാവ് 49 വീശിയിരിക്കുന്നു. LP യോദ്ധാവ് എന്തായാലും ഡിജാങ്കോ ഡിയോണിനെ സ്വന്തമാക്കാനുള്ള എല്ലാ ശ്രമവും 50 ഇട്ടിരിക്കുന്നു. നമ്മുടെ ബീസ്റ്റ് എൻ്റെ മോനെ ബീസ്റ്റ് 50 ഇട്ടിരിക്കുന്നു. ബേസ് പ്ലെയറിനെ വേണമെങ്കിൽ 10 യൂസ് വേണം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ അത്രയും 9 യൂസ് ചെയ്യാൻ ബാലൻസ് വരുള്ളൂ. അപ്പോൾ ബേസ് പ്ലെയർ 10 യൂസ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ ആ പ്ലെയറിനെ. അപ്പോൾ നമ്മുടെ LP യോദ്ധാവ് എന്തായാലും 50 മുകളിൽ എന്തായാലും 49 മുകളിൽ പോകാൻ പറ്റൂല LP യോദ്ധാവിന്. അപ്പോൾ ഫസ്റ്റ് കോൾ 50. ഹൾക്ക് 50 ഇട്ടിരിക്കുന്നു. തുടക്കം തന്നെ ഹൾക്ക് 50 ഇട്ടിരിക്കുന്നു. നമ്മുടെ ഡിജാങ്കോ ഡിയോണിനെ സ്വന്തമാക്കാൻ ഹൾക്ക് 50 ഇട്ടിരിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റാണ് 50. അപ്പോൾ നമ്മുടെ ബീസ്റ്റിന് സ്വന്തമാകുമല്ലോ നോക്കാം. എന്തായാലും 51 പറഞ്ഞിരിക്കുന്നു. എൻ്റെ മോനെ ഫസ്റ്റ് 50 പറഞ്ഞെന്നും പറഞ്ഞ് ഞാനങ്ങ് ഉണ്ടായിരിക്കത്തില്ല. ഹൾക്ക് 51 ഇട്ടിരിക്കുന്നു. ഹൾക്ക് 51 ഇട്ടിരുന്നത് നമ്മുടെ ഡിജാങ്കോ ഡിയോണിനെ സ്വന്തമാക്കാൻ തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഡിജാങ്കോ ഡിയോണിനുള്ള മത്സരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിജാങ്കോ ഡിയോൺ എന്തായാലും ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു. 51 ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു. നമ്മുടെ ടീം സി ഹൾക്കിലാണ്. അതായത് ഇമ്മോർട്ടൽസ് ടീമിലോട്ടേക്കുള്ള സൈനിങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിജാങ്കോ ഡിയോണിൻ്റെ ഇമ്മോർട്ടൽസ് ടീം സൈൻ ചെയ്യുമോ ഇല്ലയോ നമുക്ക് കാണാം. ഇമ്മോർട്ടൽസ് ടീമിൻ്റെ ലീഡർ ഒരു കരാർ തന്നെ ഒപ്പിടാൻ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ഡിജാങ്കോ ഡിയോന് സെക്കൻഡ് ഗോളും വന്നിരിക്കുന്നു. ഇവിടെ റിജക്ട് ചെയ്യുന്നില്ല. എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം. എന്തായാലും സെക്കൻഡ് ഗോളും വന്നിരിക്കും. ഇനി തേർഡ് ഗോളും വന്ന് നമ്മുടെ ഡിജാങ്കോ ഡിയോൺ ഗോ ടു ഇമ്മോർട്ടൽസ്. ഇവിടെ ആരും റിജക്ട് ചെയ്യുന്നില്ല. അപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു ഡിജാങ്കോ ഡിയോൺ നമ്മുടെ ഇമ്മോർട്ടൽസ് ടീം നമ്മുടെ ഡിജാങ്കോ ഡിയോണിനെ മേടിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹൾക്ക് നിയന്ത്രിക്കുന്ന സ്ക്വാഡാണ്. അപ്പോൾ എല്ലാ ടീമിലും ഇപ്പോൾ 2 പേര് വെച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീംസ് കൂടെ ഫാന്റാസ്റ്റിക് 4 CR7 കമിക്കസും ഉണ്ട്. എന്തായാലും ഇമ്മോർട്ടൽസിൽ നമ്മുടെ ടീം സി ഹൾക്കും നമ്മുടെ ടീം സികൾക്കും മറ്റേ പുള്ളിയും ഉണ്ട്. എന്തായാലും വാവാർബി ഡിജാങ്കോ ബീസ്റ്റും BB കാർട്ടും ഉണ്ട്. എന്തായാലും ദ എക്സ്പെൻഡബിൾസ് LP യോദ്ധാവും നെക്സസ് ക്ലോസും ഉണ്ട്. ഇമ്മോർട്ടൽസ് ടീം സി ഹൾക്ക് നമ്മുടെ ഡിജാങ്കോ ഡിയോണും ഉണ്ട്. അപ്പോൾ ടയർ 2 പ്ലേയേഴ്സ് ആണെന്ന് അടുത്ത് നമ്മുടെ നോക്കാം. എന്തായാലും നോക്കാം നമ്മുടെ T2 പ്ലേയേഴ്സ് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നമ്മുടെ UC നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സ്പെൻഡബിൾസിന് 55 UC ഉള്ളൂ. വാവാർബിക്ക് 53, ഇമ്മോർട്ടൽസിന് 49. എന്തായാലും ഫാന്റാസ്റ്റിക് 4 CR അവസാനം ഒരു 8 മണി കൊടുക്കാനുള്ള പരിപാടി തന്നെയാണ്. 60 UC ഇപ്പോഴും ഉണ്ട്. എന്തായാലും TMC ഡ്രാക്സിനാണ് ഗോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഡ്രാക്സിന് ആരും മേടിക്കുന്നു നോക്കാം നമുക്ക്. നമ്മുടെ CR ഇടുന്നുണ്ട്. CR 20 ഇട്ടിരിക്കുന്നു. നമ്മുടെ ബീസ്റ്റ് ഇട്ടിരിക്കുന്നു. ഡിജാങ്കോ ബീസ്റ്റ് അവിടെ ഇട്ടിരിക്കുന്നു 20 UC. എന്തായാലും ഡിജാങ്കോ ബീസ്റ്റ് ഇട്ടിരിക്കുന്നു 20 UC. അപ്പോൾ ഡ്രാക്സിന് മിക്കവാറും ബീസ്റ്റ് സ്വന്തമാക്കുമല്ലോ നോക്കാം. നമ്മുടെ ഹൾക്ക് ഇടപെടുമോ ഇല്ലയോ നോക്കാം. ഹൾക്ക് 30 ഇട്ടിരിക്കുന്നു. അങ്ങനെ ഡ്രാക്സിന് എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ TMCയുടെ ലീഡർ നമ്മുടെ ഇമ്മോർട്ടൽസിൻ്റെ ലീഡർ 30 UC ഇട്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ഡ്രാക്സിനെ സ്വന്തമാക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. എന്തായാലും ഡ്രാക്സിന് വേണ്ടി വിലവേശൽ ഇവിടെ നമ്മുടെ ഹൾക്ക് സ്വന്തമാക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹൾക്ക് സ്വന്തമാക്കുവാണെങ്കിൽ അതൊരു
പെർഫെക്റ്റ് കോംബോ ആയിരിക്കും. കാരണം അവർ റൂമും എല്ലാം ഒരുമിച്ചാണ് കളിക്കുന്നത്. അതേപോലെ തന്നെ സപ്പോർട്ട് പ്ലേ എന്തായാലും ഹൾക്കിന് വിട്ടുകൊടുക്കുന്നില്ല. ആ ഒരു ടാക്ടിക്കൽ മൂവ് CRന് അറിയാം. CR തിരിച്ച് പിടിക്കുന്നു. 31 ഇട്ടിരിക്കുന്നു. CR എന്തായാലും ഹൾക്കിനെ പൊക്കാൻ എന്തായാലും 32 ഇട്ടിരിക്കുന്നു. ഹൾക്ക് എന്തായാലും എൻ്റെ ചെക്കനെ നീ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൾക്ക് 32 യൂസ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗോൾ വരാറായി. എന്തായാലും എൽ പി യോധാവ് 33 ഇരിക്കുന്നു. എന്തായാലും ഹൾക്കിന് വലിയൊരു തലവേദന ആകുന്നു നമ്മുടെ എൽ പി യോധാവ്. എന്തായാലും എൽ പി യോധാവ് 33 യൂസ് ഇട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ എൽ പി യോധാവ് സ്വന്തമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഹൾക്ക് വീണ്ടും 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 വില വീശുന്നുണ്ട് നമ്മുടെ യോധാവ്. നമ്മുടെ ഡ്രാക്സിന് വേണ്ടി ഡ്രാക്സിന് ടാഗ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ 35 യൂസ് CR ഇട്ട് കൊടുക്കുന്നു. CR ഇട്ടിട്ട് വടി കൊടുക്കുന്നു. എന്തായാലും 60 യൂസ് ചെയ്തിട്ട് CR എത്ര വേണേലും നോക്കും. മാക്സിമം നോക്കും TMC ഡ്രാക്സിന് സ്വന്തമാക്കാൻ. എന്തായാലും അവിടെ 60 യൂസ് ചെയ്ത് നമ്മുടെ ഡ്രാക്സിന് സ്വന്തമാക്കോ ഇല്ലയോ നോക്കാം. എന്തായാലും TMC ഹൾക്ക് എൻ്റെ മോനെ CR 35 യൂസ് ചെയ്യുന്നുണ്ട്. 35 സെക്കൻഡ് ഗോൾ 36 ഇട്ടിരിക്കുന്നു നമ്മുടെ ഹൾക്ക്. എൻ്റെ മോനെ ഹൾക്ക് 36 ഇരിക്കുന്നു. ഹൾക്ക് വിട്ടുകൊടുക്കുന്നില്ല ഡ്രാക്സിന്. കാരണം ഹൾക്കിനറിയാം ഡ്രാക്സ് എൻ്റെ ടീമിൽ വരുവാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഡെഡ്ലി കോംബോ എന്ന് ഹൾക്കിനറിയാം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നമ്മുടെ ഡ്രാക്സിനെ സ്വന്തമാക്കാമെന്ന് നോക്കുമെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നത് നമ്മുടെ TMC ഹൾക്കിനാണ്. 36 യൂസ് ചെയ്യാണ് ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നത്. മറ്റാരും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഗോളും വന്നിരിക്കുന്നു. അപ്പോൾ ഡ്രാക്സിന് ഒരു ഡെഡ്ലി കോംബോ ആവാൻ നമ്മുടെ ഹൾക്ക് സമ്മതിക്കുമല്ലോ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നോക്കാം. നമ്മുടെ TMC ഹൾക്ക് സെക്കൻഡ് ഗോൾ വന്നിരിക്കുന്നു. എന്തായാലും തേർഡ് ഗോളും കൂടെ വന്നാൽ തീർന്നു. എന്തായാലും അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഹൾക്ക് മാമൻ ഉയരെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹൾക്ക് മാമൻ ടാക്ടിക്കൽ മൂവ്സ് ആണ് ഫുൾ. എന്തായാലും ടാക്ടിക്കൽ ചിന്താഗതി തന്നെ നമ്മുടെ ഡ്രാക്സിനെ സ്വന്തമാക്കി. അപ്പോൾ നമ്മുടെ TMC ഹൾക്ക്, അതായത് നമ്മുടെ ഇമ്മോർട്ടൽസ് ടീം നമ്മുടെ ഡിയോണും സ്വന്തമാക്കിയതിന് ശേഷം നമ്മുടെ TMCയുടെ ഡ്രാക്സിനെ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു ഡെഡ്ലി കോംബോ ആണ്. അപ്പോൾ അവരുടെ യൂസ് നമുക്ക് നോക്കാം. എത്ര യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും 13 യൂസ് ചെയ്യുള്ളൂ നമ്മുടെ ഹൾക്കിന് ഇനി അധികം വില വീശാൻ പറ്റുള്ളൂ. ബട്ട് 60 യൂസ് ചെയ്തിട്ട് CR ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാബാർബിക്ക് 53 യൂസ് ഉണ്ട്. എക്സ്പെൻഡബിൾസിന് 55 യൂസ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്ലെയറിനെ നോക്കാം. അടുത്ത പ്ലെയർ ആരായിരിക്കും നമുക്ക് കാണാം. എന്തായാലും RCRലെ ഫീനിക്സ് വൈറ്റിയാണ്. M24ന് ക്ലോസ് റേഞ്ച് പേര് കേട്ട ആളാണ് നമ്മുടെ ഫീനിക്സ് വൈറ്റി. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഫീനിക്സ് വൈറ്റിന് ആരടിക്കുന്നു. എന്തായാലും 25 യൂസ് വില വീശിക്കുന്നു നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് 25 യൂസ് വില വീശിയിരിക്കുന്നു. എന്തായാലും 30 യൂസ് ഇട്ടിരിക്കുന്നു നമ്മുടെ ഡിജാങ്കോ. ഫീനിക്സ് വൈറ്റിനെ സ്വന്തമാക്കാൻ നമ്മുടെ CR എല്ലാം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും LP യോധാവ് 35 ഇട്ടിരിക്കുന്നു. ഫീനിക്സ് വൈറ്റിനെ സ്വന്തമാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. നമ്മുടെ 35 യൂസ് ഇട്ട് ഫീനിക്സ് വൈറ്റിനെ മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ മേടിക്കുമല്ലോ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് നോക്കാം. LP യോധാവ് 35 യൂസ് ഇട്ടിരിക്കുന്നു. എന്തായാലും 36 യൂസ് ഇട്ടിരിക്കുന്നു നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ്. അങ്ങനെ ഈ ഫീനിക്സിനെ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബീസ്റ്റ് 36 യൂസ് ഇട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ നെയിം ടാഗ് ഇടെന്ന് പറയുന്നു. എന്തായാലും നോക്കാം. RCR ഫിനിക്സ് വൈറ്റി എന്തായാലും ഏത് പറയുന്നത് നമ്മുടെ RCR ഫിനിക്സ് വൈറ്റി. എന്തായാലും ഫിനിക്സ് വൈറ്റിക്കുള്ള മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടത്. 37 ഇട്ടിരിക്കുന്നു നമ്മുടെ CR 37 ഇട്ടിരിക്കുന്നു. നമ്മുടെ ഫിനിക്സ് വൈറ്റി സ്വന്തമാക്കാൻ തന്നെയാണ് നമ്മൾ CR ശ്രമിക്കുന്നത്. എന്തായാലും ഫിനിക്സ് വൈറ്റിക്ക് 37 യൂസ് ഇട്ടിരിക്കുന്നു. 36 ഇട്ടിരിക്കുന്നു. ഫസ്റ്റ് ഗോൾ 37. ഡിജാങ്കോ CR 7 കൊണ്ടുപോകും. നമ്മുടെ ഡിജാങ്കോ CR 7 കൊണ്ടുപോയില്ലോ നോക്കാം. എന്തായാലും നമ്മുടെ ഡിജാങ്കോ CR 7, അതായത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ കൊണ്ടുപോയില്ലോ നോക്കാം. നമുക്കപ്പോൾ ഫാന്റാസ്റ്റിക് 4 മേടിക്കാൻ വേണ്ടി 37 ഇട്ടിരിക്കുന്നു. നമ്മുടെ ബാബാർബി ഇട്ടിരിക്കുന്നു. 38 ഇരിക്കുന്നു. നമ്മുടെ ഫാന്റാസ്റ്റിക് 4 വിട്ടുകൊടുക്കുന്നില്ല. ഫീനിക്സ് വേണ്ടി കളിക്കുവാണെങ്കിൽ അത് ഞങ്ങളുടെ ടീമിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഡിജാങ്കോ CR 7, അതായത് ഫാന്റാസ്റ്റിക് 4ന്റെ ക്യാപ്റ്റൻ അവിടെ വിളിക്കുന്നു. എന്തായാലും 39 ഇരിക്കുന്നു നമ്മുടെ ബാബാർബിയുടെ ക്യാപ്റ്റൻ. 39 യൂസ് 40 ഇട്ടിരിക്കുന്നു. എൻ്റെ പോലെ CR വിട്ടുകൊടുക്കുന്നില്ല. CR എന്തായാലും അവിടെ ഒരു തലവേദനയാകുന്നു. എന്തായാലും അവിടെ ബീസ്റ്റിന് തലവേദനയാകുന്നു. CR വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഫീനിക്സിനെ പൊക്കാൻ തന്നെയാണ് നമ്മുടെ CRന്റെ ശ്രമം. എന്തായാലും ഫീനിക്സിനെ പൊക്കുവാണ്. എന്തായാലും മിക്കവാറും CR കൊണ്ടുപോകും. ഒരു ലീഡറും അതേപോലെ തന്നെ ഒരു അപ്കമിങ് പ്ലെയറാണ് നമ്മുടെ ഫീനിക്സ് വൈറ്റി. അദ്ദേഹത്തിനെ പോലത്തെ ഒരു പ്ലെയറിനെ ക്ലോസ് റേഞ്ചിൽ വന്നാൽ അടിക്കാൻ നല്ല പാടാണെന്ന് CRന് അറിയാം. അതുകൊണ്ട് തന്നെ CR മേടിക്കുന്നു. കൂടെ കമീക്കസും ഉള്ളപ്പോൾ എന്ത് പേടിക്കാൻ CR എന്തായാലും കളിക്കുന്നു. CR എന്തായാലും ഫീനിക്സ് വൈറ്റി 40 സെക്കൻഡ് ഗോളും വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫീനിക്സിനെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫീനിക്സ് കൊണ്ടുപോകുന്നു എനിക്ക് എന്തായാലും. നമ്മുടെ ഫീനിക്സിന് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലോട്ടേക്ക് അങ്ങ് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ഡിജാങ്കോ CR 7. എന്തായാലും ഫാന്റാസ്റ്റിക് ഫോറിലോട്ടേക്ക് വിളിക്കുന്നു നമ്മുടെ CR 7. എന്തായാലും 42 നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. CRന്റെ വെറും 20 യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് 14 നോക്കുകയാണ് നമ്മൾ CR 7 കമിക്കസ് ഫീനിക്സ് വൈറ്റിയാണ്. ഇമ്മോർട്ടൽസ് നോക്കണം നമ്മൾ ഹൾക്ക് ഡിയോൺ ഡ്രാക്സ് ആണ്. എന്തായാലും CN ടീംസ് ആണെല്ലാം ബാബാർബിയോ കൂടെ ബീസ്റ്റ് ഗാട്ടുവുഡ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ LP യോധാവിൻ്റെ എക്സസ് ക്രോസ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലെയർ ആരായിരിക്കും നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത പ്ലേയേഴ്സിന് ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് കോൾസ് ആരാണ് നോക്കാം.
കൃഷ്ണ. ബിയുടെ ഒരു ടാക്ടിക്കൽ പ്ലെയറാണ്, ടാക്ടിക്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ കൃഷ്ണനെ സ്വന്തം നോക്കുന്ന ആരായിരിക്കും നോക്കുക. എന്തായാലും യോദ്ധാവ് ഇട്ടിട്ടുണ്ട്. യോദ്ധാവിനെ അറിയാം കൃഷ്ണനെ പോലത്തെ ഒരു പ്ലെയറിനെ കിട്ടിയ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും, ടാക്ടിക്കൽ പ്ലേ കളിക്കാൻ പറ്റും. എന്നാലും ബീസ്റ്റോട് വിളിക്കുന്നു. ബീസ്റ്റ് 21 യൂസ് ഇട്ട് വിളിച്ചിട്ടുണ്ട്. 25 ഇട്ടിരിക്കുന്നു നമ്മുടെ എൽ പി യോദ്ധ വിളിച്ചിട്ടുണ്ട്. 25 യൂസ് ഇട്ട്. എന്നാലും കൃഷ്ണനെ സ്വന്തമാക്കാൻ നമ്മുടെ ടീം നോക്കുന്നു. വാവ ആർമി സ്വന്തമാക്കാൻ നോക്കുന്നു. 30 യൂസ് ഇട്ടിരിക്കുന്നു നമ്മുടെ വാവ ആർമി. എന്തായാലും എക്സ്പെൻഡബിൾസ് തിരിച്ചെടുത്ത് 40 യൂസ് ചെയ്യും. എന്തായാലും ഹൾക്കിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം 10 യൂസുകൾ ഹൾക്കുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ CR ഇടപെടുന്നില്ല. എന്തായാലും ഇവിടെ ബീസ്റ്റ് വേഴ്സസ് നമ്മുടെ എക്സ്പെൻഡബിൾസ് വേഴ്സസ് നമ്മുടെ വാവ ആർമിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 40 യൂസ് ഇട്ട് LP യോദ്ധ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ സ്വന്തമാക്കാൻ തന്നെയാണ് നോക്കുന്നത്. എന്തായാലും നമ്മുടെ വാവ ആർമിക്ക് 53 യൂസ് ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും യോദ്ധാബാറ്റ് വാവ കട്ട ഫൈറ്റ്, അത് തന്നെ കട്ട ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പോലെ 40 ബീസ്റ്റ് വിട്ടു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ബീസ്റ്റ് വിട്ടു കൊടുക്കുന്നില്ല, നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് വിട്ടു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ കൃഷ്ണയ്ക്ക് 41 ഇത് വിളിച്ചിരിക്കുന്നു. എന്തായാലും 41 ഫസ്റ്റ് കോൾ വന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, നമ്മുടെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോൾ ഫൈനലി സോൾട്ട് ഡിജാങ്കോ ബീസ്റ്റ്. അപ്പോൾ വാവ ആർമീനെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ആരെയാണ് കൃഷ്ണനെ അങ്ങ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കാട്ടും കൃഷ്ണ ഒരു ഡെഡ്ലി കോമ്പാണ്. ടീംസിൽ 2 മെയിൻ പ്ലേയേഴ്സാണ് അവർ. എന്തായാലും അവരെ സ്വന്തമാക്കിയിരിക്കുന്നു നമ്മുടെ വാവ ആർമി. എന്തായാലും എക്സ്പെൻഡബിൾസിൻ്റെ 55 യൂസ് ഉണ്ട്. നമ്മുടെ വാവ ആർമിയുടെ 12 യൂസ്. ഹൾക്കും നമ്മുടെ വാവ ആർമിയും പെട്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം. എന്തായാലും നെക്സ്റ്റ് ആരെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ഇവിടെ എല്ലാം നല്ല പ്ലേയേഴ്സാണ്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സിനും സ്വന്തമാക്കാൻ എല്ലാവരും ശ്രമിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടീംസ് നോക്കണം. നമ്മൾ ഫാൻറ്റാസ്റ്റിക് ഫോറിൽ 20 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CR7 ആണ് നമ്മുടെ ക്യാപ്റ്റൻ. എന്തായാലും CR കാമിക്കസിനെ ഫീനിക്സ് വെട്ടിനെ അങ്ങ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാമിക്കസിനെ ഫീനിക്സിനെ വിട്ടുകൊടുക്കത്തില്ലെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ CR അവിടെ വിളിച്ചിരിക്കുന്നത്. 20 UC ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കണം, നമ്മുടെ ഇമ്മോർട്ടൽസ് ടീമിനെ നോക്കണം. 13 UC ഉണ്ട്. അപ്പോൾ ഹൾക്ക്, ഡിയോൺ, ഡ്രാക്സ് ആണ് അപ്പോൾ ആ ടീമിലിരിക്കുന്നത്. എക്സ്പെൻഡബിൾസ് ഹാവ് 55 UC. എക്സ്പെൻഡബിൾസ് നല്ല രീതിയിൽ മിക്കവാറും മണി നടത്തും. എന്തായാലും 55 UC ഉണ്ട് എക്സ്പെൻഡബിൾസിന്. യോദ്ധാവ് ഒരു നല്ലൊരു സൈനിങ് മിക്കവാറും നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. SRNOPക്ക് വന്നിരിക്കുന്നു ബീസ്റ്റിൻ്റെ ഒരു അപ്കമിങ് പ്ലെയറാണ്. എന്തായാലും നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും മിക്കവാറും. SRനെ നമ്മുടെ LP യോദ്ധാവ് സ്വന്തമാക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും 11 ഇട്ടിരിക്കുന്നു നമ്മുടെ യോദ്ധാവ്. എന്തായാലും 12 ഇട്ടിരിക്കുന്നു നമ്മുടെ ബീസ്റ്റ്. എന്തായാലും 12 മുകളിൽ നമ്മുടെ ബീസ്റ്റിന് പോകാൻ പറ്റത്തില്ല. എന്തായാലും ബീസ്റ്റ് ആര് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. 20 UC ഇട്ടിരിക്കുന്നു നമ്മുടെ. എന്തായാലും നമ്മുടെ SRNOPനെ സ്വന്തമാക്കാൻ നമ്മുടെ എന്തായാലും യോദ്ധാവ് മിക്കവാറും പണി നടത്തും. യോദ്ധാവ് SRനെ സ്വന്തമാക്കാൻ പണി നടത്തുമെന്ന് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. കാരണം യോദ്ധാവിൻ്റെ UC ഉണ്ട്. ബാക്കിയുള്ള ടീംസിന് നോക്കുകയാണെങ്കിൽ 20 UC കൂടുതലില്ല. അപ്പോൾ യോദ്ധാവ് മാക്സ് കൂടെ എന്തായാലും CRന് തന്നെ സ്വന്തമാക്കുക. എന്തായാലും യോദ്ധാവ് ഇടുന്നില്ല മെസ്സേജ്. അത് നമ്മളൊരു ടാക്ടിക്കൽ മൂവാണ് യോദ്ധാവ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും CRൻ്റെ ലാസ്റ്റ് കോളായിരിക്കും. കാരണം ബീസ്റ്റ് SRNOPനെ കൂടെ സ്വന്തമാക്കി അവർ 4 ടീമാവും. എന്തായാലും ഇവിടെ നോക്കാം, നമ്മുടെ SRNOPക്ക് 20 UC ഇട്ടിരിക്കുന്നു. എന്തായാലും CR തന്നെ സ്വന്തമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. CR 20 UCക്ക് അത് ഫസ്റ്റ് കോൾ വരാൻ ടൈമായിരിക്കുന്നു. എന്തായാലും യോദ്ധാവ് അവിടെ ഇടപെടുന്നില്ല. മിക്കവാറും SRNOPനെ നമ്മുടെ ഡിജാങ്കോ CR7. എന്തായാലും യോദ്ധാവ് വന്നിരിക്കുന്നു. യോദ്ധാവ് പണി കൊടുത്തിരിക്കുന്നു. 21 UC ഇട്ടിരിക്കുന്നു. യോദ്ധാവ് പണി കൊടുത്തിരിക്കുന്നു. എന്തായാലും ഡെഫിൽ ലൂസിഫർ കട്ട സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു. എന്തായാലും ഇവിടെ ഫസ്റ്റ് കോൾ വന്നിരിക്കുന്നു യോദ്ധാവിന്. എന്തായാലും ഇവിടെ നോക്കണം, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിന് അതിന് മുകളിൽ UC ഇല്ല. അപ്പോൾ എന്തായാലും യോദ്ധാവ് തന്നെ കൊണ്ടുപോകും. മിക്കവാറും യോദ്ധാവ് തന്നെ കൊണ്ടുപോകും. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൾ 21 UCക്ക് നമ്മുടെ SRNOPനെ മിക്കവാറും നമ്മുടെ ടീം സ്വന്തമാക്കും. എന്തായാലും സെക്കൻഡ് ഗോളും വന്നിരിക്കുന്നു. എന്തായാലും അത് LP യോദ്ധാവിനുള്ള പ്ലെയറാണ്. അപ്പോൾ LP യോദ്ധാവ് കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ യോദ്ധാവ് SRNOPനെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബീസ്റ്റിൻ്റെ SRNOP ഗോസ് ടു നമ്മുടെ LP യോദ്ധാവിൻ്റെ ടീം. അതായത് നമ്മുടെ എക്സ്പെൻഡബിൾസിൽ ഓടിക്കാണ് പോകുന്നത്. എന്തായാലും 55 മിക്കവാറും 21 UC കുറയ്ക്കുമ്പോൾ ബാക്കി ഇനിയുണ്ട് 31 UC. യോദ്ധാവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഫൈനൽ കോളും വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ അടുത്ത പ്ലെയറിൻ്റെ റീഡാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും അടുത്ത പ്ലെയറിൻ്റെ റീഡ് നോക്കാം. സോൾട്ട് LP യോദ്ധാവ്. എന്തായാലും
അപ്പോൾ നമ്മുടെ ടീംസ് നോക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ CR7 കമികസ് ഫീനിക്സ് ഫാന്റാസ്റ്റിക് ഫോർ 20 UC, ഇമ്മോർട്ടൽസിനെ ഹൾക്ക് ഡിയോൺ ഡ്രാക്സ് 13 UC, എന്തായാലും വാവാർബി 12 UC വെച്ച് കാട്ടു കൃഷ്ണ കിടക്കുന്നുണ്ട്. എക്സ്പെൻഡബിൾസിലും LP യോദാവ് നെക്സസ് ക്രോസ് ബീസ്റ്റ് SR-നാണ്. അപ്പോൾ നമ്മുടെ 34 UC ഉണ്ട്. എക്സ്പെൻഡബിൾസാണ് കൂടുതൽ UC ഇപ്പോഴും കിടക്കുന്നത്. എന്തായാലും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ആരടിക്കുമില്ലോ നോക്കുക. എന്തായാലും ഇവിടെ ഒരു ചെറിയ റൂൾ തെറ്റിക്കൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഓപ്ഷണർ. എന്തായാലും ഓപ്ഷണർ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റൂൾസ്. ഇടയ്ക്ക് തെറ്റിക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷണറാണ്. എന്തായാലും ഓപ്ഷണർ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും റൂൾ മനസ്സിലാവുന്നുണ്ട്. അവിടെ എല്ലാവരും കൈ കൊടുത്ത് സമ്മതിക്കുന്നു. എന്തായാലും അവിടെ നോക്കാം. നമുക്ക് ചെറിയൊരു സോങ് ഉണ്ട്, ഇവിടെ ഡിലേ ഉണ്ട്. എന്തായാലും LP സ്റ്റാർക്കിനാണ് വന്നിരിക്കുന്നത്. LP സ്റ്റാർക്കിന് അവിടെ വരെ വന്നിരിക്കുന്നത്. LP സ്റ്റാർക്ക് അതായത് നമ്മുടെ ഓപ്ഷണറിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. LP സ്റ്റാർക്കിനെ ആരായിരിക്കും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. എന്തായാലും അവിടെ ഇതുവരെ കോൾ വന്നിട്ടില്ല. എന്തായാലും ആരും കോൾ വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ ഡിജാങ്കോ CR ഇട്ടിരിക്കുന്നു, 20 UC ഇട്ടിരിക്കുന്നു LP സ്റ്റാർക്കിന്. എന്തായാലും മിക്കവാറും നമ്മുടെ CR തന്നെ കൊണ്ടുപോകുന്നതാണ് പോകുന്നത്. എന്തായാലും LP സ്റ്റാർക്കിന് അപ്പോൾ നമ്മുടെ CR-ന്റെ ടീം അപ്പോൾ മിക്കവാറും 4 പേരാണ്. അപ്പോൾ സ്റ്റാർക്കിന് ആരും എതിര് വരുന്നില്ല. എന്തായാലും നമുക്ക് കമൻറ്റ് വായിക്കാൻ പറ്റൂല, നമുക്ക് ഇത് നോക്കാം. എന്തായാലും ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു, സെക്കൻഡ് ഗോൾ വന്നിരിക്കുന്നു. എന്തായാലും നോക്കാം നമുക്ക്. ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ LP യോദാവിനെ LP സ്റ്റാർക്കിനെ സ്വന്തമാക്കാൻ പോകുന്നത് നമ്മുടെ ഡിജാങ്കോ CR7 ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യോദാവ് ഫൈനൽ ബിൻഡിൽ ഒരു 30 UC പ്രദേശം ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും 20 അപ്പോൾ നമ്മുടെ CR7 ടീം അതായത് ഫാന്റാസ്റ്റിക് ഫോറിലോട്ട് നമ്മുടെ CR7 TRT കമികസ് ഫീനിക്സ് ആയിട്ട് LP സ്റ്റാർ കിടക്കുന്ന ടീം അങ്ങനെ CR7 ടീം ഫില്ലാവുന്നു. എന്തായാലും ഒരു നല്ലൊരു ടീം തന്നെയാണ് CR കിട്ടിയിരിക്കുക. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ സെറ്റ് ആയിരിക്കുന്നു. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ 4 പ്ലേയേഴ്സ് നമ്മുടെ ഡിജാങ്കോ CR7 TRT കമികസ് ആൻഡ് ആസിയ ഫീനിക്സ് ആയിട്ട് LP സ്റ്റാർക്കാണ് കളിക്കുന്നത്. എന്തായാലും ഇവിടെ അപ്പോൾ ബാക്കി 3 ടീംസിൽ ഒരു പ്ലെയർ വെച്ച് സ്റ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ CR-ന്റെ ടീം. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ ഇതിൽ ഒഴിയുകയാണ്. അപ്പോൾ അവർക്ക് ഫുൾ യൂസ് ചെയ്തിരിക്കുന്നു 4 പേരായിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ 0 UC ആയിരിക്കുന്നു ഫാന്റാസ്റ്റിക് ഫോർ. എന്തായാലും ഇമ്മോർട്ടൽസിന് 13 UC ഉണ്ട്, വാവാർബിക്ക് 12 UC ഉണ്ട്, എക്സ്പെൻഡബിൾസിനുണ്ട്. KTR-ന്റെ സൈക്കോനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൈക്കോനെ ആര് പൊക്കും നോക്കുക. KTR-ന്റെ സൈക്കോ ഒരു നല്ല പ്ലെയറാണ്. എന്തായാലും ക്ലോസ് റേഞ്ചിൽ പക്ക പ്ലെയറാണ്. 13 UC ഇട്ടിരിക്കുന്നു നമ്മുടെ ഹൾക്കിൻ്റെ ഉള്ളത് ഇട്ടിരിക്കുന്നു. 34 ഇട്ടിരിക്കുന്നു നമ്മുടെ യോദാവ് 34 UC ഇട്ടിരിക്കും. അപ്പം പിന്നെ എന്തായാലും KTR സൈക്കോ മിക്കവാറും യോദാവിന് തന്നെ പോകുന്നു. കാരണം മറ്റുള്ളവർക്ക് എഗ്രി ഇതാക്കാൻ പറ്റില്ല. നമ്മുടെ ഹൾക്കിൻ്റെയിലാണ് UC ഇല്ല. 20 34 UC കൊടുത്തിട്ട് നമ്മുടെ LP യോദാവ് മേടിച്ചിരിക്കുന്നു. എന്തായാലും KTR സൈക്കോന് എന്തായാലും നമ്മുടെ വാവാർബി വേഴ്സസ് ഇമ്മോർട്ടൽസ് 13 UC 2 പേർക്കും 13-12 UC ഉള്ള. എന്തായാലും അവിടെ നോക്കാം നമ്മുടെ KTR സൈക്കോനെ ഞാൻ സ്വന്തമാക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ LP യോദാവ് ഇപ്പോൾ അവിടെ ഇടുന്നുണ്ട്. എന്തായാലും LP യോദാവ് KTR സൈക്കോനെ ഞാനിങ്ങ് എടുക്കുവാന്ന് തന്നെ പറയുകയാണ്. എന്തായാലും KTR സൈക്കോനെ മേടിച്ചിരിക്കുന്നത് നമ്മുടെ LP യോദാവ്. ഇപ്പോൾ നമ്മുടെ എക്സ്പെൻഡബിൾസ് LP യോദാവ് നെക്സസ് ക്രോസ് ബീസ്റ്റ് SR ആൻഡ് KTR സൈക്കോ ആണ്. അപ്പോൾ ബീസ്റ്റ് SR ഇതേപോലൊരു ടീം നല്ലതായിരിക്കും. എന്തായാലും ഇവിടെ നല്ലൊരു ക്ലോസ് റേഞ്ച് പ്ലേയേഴ്സാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ടീമും സെറ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറും സെറ്റാണ്. എന്തായാലും നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോബോ പുക്കാച്ചിക്ക് വന്നിരിക്കുന്നു. നെക്സ്റ്റ് ഗോൾ എന്തായാലും റോബോ പുക്കാച്ചിക്ക് ആരും നോക്കാം. എന്തായാലും നമ്മുടെ വാവാർബി വേഴ്സസ് നമ്മുടെ ഇമ്മോർട്ടൽസ് ആണ് മത്സരം. എന്തായാലും വാവാർബി സ്വന്തമാക്കുമോ നമ്മുടെ ഇമ്മോർട്ടൽസ് സ്വന്തമാക്കുമോ നോക്കാം. എന്തായാലും ലാസ്റ്റ് പ്ലെയർ നമ്മുടെ കാവാലം സെഫിനാണെന്ന് തോന്നുന്നു. എന്തായാലും 13 UC ഇട്ടിരിക്കുന്നു ഹൾക്ക്. എന്തായാലും അപ്പോൾ നമ്മുടെ വാവാർബി എങ്ങനെ പോയാലും പേടിക്കത്തില്ലെന്ന് ഉറപ്പാണ്. വാവാർബിക്ക് 12 UC ഉള്ളൂ. എന്തായാലും 13 UC ഇട്ട് നമ്മുടെ ഹൾക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഹൾക്ക് സ്വന്തമാക്കിയിരിക്കുന്നു നമ്മുടെ റോബോ പുക്കാച്ചിന്. അതായത് അപ്പം നമ്മുടെ ലാസ്റ്റ് പ്ലെയർ കാവാലം സെഫിന് നമ്മുടെ വാവാർബി സ്വന്തമാക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ കാവാലം സെഫിനെ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ജസ്റ്റ് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നത് നമ്മുടെ റോബോ പുക്കാച്ചിക്ക്. എന്തായാലും ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും അവിടെ നമ്മുടെ വാവാർബിക്ക് അത്ര UC ഇല്ല, 12 UC ഉള്ളപ്പോൾ ഇത് മനസ്സിലായിട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം നമ്മുടെ വാവാർബി. അപ്പോൾ നമ്മുടെ ഇമ്മോർട്ടൽസ് ടീമും അങ്ങനെ സെറ്റ് ആയിരിക്കുന്നു. ഹൾക്ക് ഡിയോൺ ഡ്രാക്സ് റോബോ പുക്കാച്ചി നടക്കുന്ന ടീമാണ്. അപ്പോൾ നമ്മുടെ വാവാർബിക്ക് ലാസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ആ സർപ്രൈസ് ആരാണ്? ആ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ വാവാർബിയിലോട്ട് കാവാലം സെഫിൻ എന്നാണ് വന്നിരിക്കുന്നത്. എന്തായാലും കാവാലം സെഫിൻ അവിടെ വാവാർബി ചേർത്തിരിക്കുന്നു. ഒരു നല്ല
ഇജാതി മൂവ് തന്നെ എന്തായാലും വാർമിക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഡിജാങ്കോ ബീസ്റ്റ്. അപ്പോൾ നമുക്ക് ടീംസ് നോക്കാം. നമ്മുടെ എക്സ്പെൻഡബിൾസ് ടീം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ CR7 ആദ്യമേ തന്നെ വില വെച്ചിരിക്കുന്നത് നമ്മുടെ കമീക്കസിനാണ്. കാരണം കമീക്കസിനെ പോലത്തെ ഒരു പ്ലെയർ സപ്പോർട്ടുണ്ട്, സെറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീനിക്സ് വൈറ്റീനെയും 40 യൂസ് ഇട്ട് വിളിച്ചിരിക്കുന്നു, എന്തായാലും സ്റ്റാർക്കിനെ 20 യൂസ് ഇട്ട് വിളിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ അങ്ങനെ ഫെൻറ്റാസ്റ്റിക് ഫോർ വിളിച്ചിരിക്കുന്നു. ഫെൻറ്റാസ്റ്റിക് ഫോർ 4 പ്ലേയേഴ്സിന് സെറ്റാണ്. അപ്പോൾ CR7 TRT കാമിക്കസ് ആസിയോ ഫീനിക്സ് വൈറ്റി LP സ്റ്റാർ, അങ്ങനെ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ അങ്ങനെയാണ് ടീം വന്നിരിക്കുന്നത് എന്തായാലും. അപ്പോൾ ഇമ്മോർട്ടൽ ടീം നോക്കുവാണെങ്കിൽ നമ്മുടെ TMC ഹാൾക്ക്, ഡിജാങ്കോ, ഡിയോൺ, TMC ഡ്രാക്സ് ആൻഡ് റോബോ പുക്കാജിയാണ്. അപ്പോൾ നമ്മുടെ TMC ഹാൾക്ക് ഡിജാങ്കോ ഡിയോനെ 51 യൂസ് കൊടുത്താണ് മേടിച്ചിരുന്നത്. അതേപോലെ തന്നെ ഡ്രാക്സിന് 36 യൂസ് കൊടുത്ത് മേടിച്ചു. റോബോ പുക്കാജിന് 13 യൂസ് കൊടുത്ത് മേടിച്ചു. എന്തായാലും അവിടെ ഇമ്മോർട്ടൽ ടീം അങ്ങനെ 4 പേര് സെറ്റാണ്. അപ്പോൾ ബാവാർമി നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിജാങ്കോ ബീസ്റ്റ് നമ്മുടെ BB കാർട്ടൂൻ്റെ 47 യൂസ് കൊടുത്താണ് മേടിച്ചത്. അപ്പോൾ BB ക്രിസ്ത്യനെ 41 യൂസ് കൊടുത്ത് മേടിക്കുന്നു എന്തായാലും അവിടെ. അപ്പോൾ നമ്മുടെ കാവാലും ഷെഫിൻ്റെ 12 യൂസ് കൊടുത്ത് മേടിച്ചു. നമ്മുടെ വാവ ആർമി എന്തായാലും അവരും സെറ്റ് ടീം. എക്സ്പെൻഡബിൾസ് നോക്കുമ്പോൾ LP യോദ്ധാവ്, എന്തായാലും യോദ്ധാവ് അവിടെ നല്ല രീതിയിൽ 8ൻ്റെ മണിയാണ് കൊടുത്തിരുന്നത്. എല്ലാ 3 ടീംസിന് ഇട്ട് നിറയെ യൂസ് കയ്യിലിരുന്നപ്പോൾ അവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായത്. യോദ്ധാവ് എന്തായാലും ടാറ്റിക്കൽ മൂവ് എടുത്ത് നമ്മുടെ നെക്സസ് ക്രോസിന് 45 യൂസിക്കും, SR പിന്നെ 21 യൂസിക്കും, KTS സൈക്കോന് 37 യൂസിക്കും. എല്ലാ പ്ലേസിനും വില കൊടുത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വിലക്കുള്ളത് അവർ കളിച്ചിരിക്കുന്നു തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഇത് നോക്കാം. അപ്പോൾ ഇതാണ് ടീംസ്. അപ്പോൾ കൈസ് ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്കുള്ള ഇതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ക്ലാൻസ് തമ്മിലുള്ള ഒരു മത്സരമല്ല. ഇത് ക്ലാൻസ് തമ്മിൽ മത്സരമല്ല, ഇത് ക്ലാൻസിൻ്റെ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നതാണ്. അതായത് ഇന്ന ക്ലാനില്ല, ഇതിലൊരു ടീമാണ്, ഇതിൽ യുണൈറ്റഡ് ആണ് എല്ലാവരും എന്തായാലും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 4 days ടൂർണമെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ TDM ആണ്, സെക്കൻഡ് ഡേ TDM ആണ്, തേർഡ് ഡേ TDM ആയിരിക്കും, ഫോർത്ത് ഡേ ആണ് ബൂട്ട് ക്യാമ്പ് കോച്ചിങ് ചാലഞ്ച്. അതിന് എല്ലാത്തിനും ഓരോ പോയിന്റ് വെച്ചുണ്ടാവും എല്ലാ ടീംസും. അപ്പോൾ ഇത് 4 ടീംസ് നമ്മളിങ്ങനെ ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇതിൽ ഒരു ക്ലാന് ഇങ്ങനെ TMC ഇപ്പോൾ ഒരു ക്ലാനല്ല, TMCയുടെ ടീം ഫുൾ TMC ആയിരിക്കത്തില്ല. എല്ലാ ക്ലാനിലെ പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കുന്ന ഒരു ലീഗാണിത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ലീഗ് നടത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ടിരിക്കുന്നത് ക്ലാൻസ് തമ്മിൽ മത്സരിക്കുന്നതാണ്. ബട്ട് ഇതേപോലത്തെ ഒരു ലീഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ലീഗ് ഓഫ് ലീജൻസ്. അപ്പോൾ ലീഗ് ഓഫ് ലീജൻസിന് വരും ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മാച്ച് നാളെ തൊട്ടായിരിക്കും എന്തായാലും. അപ്പോൾ നമുക്ക് നാളെ രാത്രി കാണാം. 12:30 ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12:30 തൊട്ട് ഉണ്ടാവും. അപ്പോൾ ലീഗ് ഓഫ് ലീജൻസ് കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരുന്നു. എന്തായാലും ലീഗ് ഓഫ് ലീജൻസ് ഉടനെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിവൈഡഡ് ബൈ ടീംസ്, യുണൈറ്റഡ് ബൈ PUBG, ലീഗ് ഓഫ് ലീജൻസ് ബിഗിൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നു നമ്മുടെ ലൈവ് സ്ട്രീം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈവ് ഫസ്റ്റ് തൊട്ട് കാണുക, അധികമൊക്കെ മനസ്സിലാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലീഗ് ഓഫ് ലീജൻസിൻ്റെ നമ്മുടെ ഓപ്ഷൻ തീരുകയാണ്. അപ്പോൾ ടീംസ് എല്ലാം സെറ്റാണ്. അപ്പോൾ നാളെ തൊട്ട് അങ്ങ് പൊരിക്കുകയാണ്. ആരടിക്കും ഈ പ്രാവശ്യത്തെ കപ്പെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സീസൺ 2 ബിഗിൻസ്. അപ്പോൾ